ആദരിക്കാൻ എത്തിയിരിക്കുന്നത് സ്കൂളിലെ ഏറ്റവും മികച്ച പ്രതിഭകളാണ്. നമുക്ക് പോർക്കളം പരിപാടിയിലേക്ക് ഇവരെ ഹാർദമായി സ്വാഗതം ചെയ്യാം. സ്കൂളിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷേഹ ഷമീൻ, ഫാത്തിമ ദിൻഹ, മുഹമ്മദ് മാസിൻ, ലിയ മെഹബിൽ, മുഹമ്മദ് അൻഷാദ്, മുഹമ്മദ് നിഹാദ് എന്നിവർ നിങ്ങൾക്ക് വേണ്ടി സംവദിക്കുന്നതാണ്. ആദ്യമായി സ്വാഗതം ചെയ്യാം ഫാത്തിമ ദിൻഹ ഫ്രം 7th A ക്ലാസ്. പ്രിയരെ, ഏവർക്കും നമസ്കാരം. ഞാൻ MHM സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ്. എന്റെ പേര് ഫാത്തിമ ദിൻഹ. എന്റെ ചിഹ്നം ബലൂൺ. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് നിങ്ങളുടെ മനസ്സറിയുന്ന MHMന്റെ രീതികൾ അറിയുന്ന ഒരു നേതാവാകാൻ എനിക്ക് സാധിക്കും. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാഹചര്യങ്ങളെ പഠിച്ച് അവകാശങ്ങളെ മാനിച്ച് നമ്മുടെ നന്മക്കായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാൻ എനിക്ക് സാധിക്കും. നിങ്ങളാൽ ഞാൻ തിരഞ്ഞെടുപ്പെടുകയാണെങ്കിൽ കായിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് എൻ്റെ ബലൂൺ ചിഹ്നത്തിന് രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി സ്വാഗതം ചെയ്യാം ഷഹ ഷമീൽ ഫ്രം 7th B. ഏവർക്കും നമസ്കാരം. എന്നെ അറിയാത്തവർക്കായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷെഹ ഷമീൽ, പൂങ്കുഴിയാണ് സ്വദേശം. ഈ വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ കുട അടയാളത്തിനാണ് ഞാൻ മത്സരിക്കുന്നത്. സ്കൂളിൻ്റെ സമഗ്ര വികസനത്തിന് നിങ്ങളോടൊപ്പം ഇവിടുത്തെ അധ്യാപകരോടൊപ്പം തോളോട് തോൾ ചേർത്ത് പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അതിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കുട അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 7th C ക്ലാസ്സിൽ പഠിക്കുന്ന ലിയ മെഹബിൽ ആകുന്നു. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ആൾ, എൻ്റെ പേര് ലിയ മെഹബിൽ. ഞാൻ 7th C ക്ലാസ്സിൽ പഠിക്കുന്നു. സൈക്കിളാണ് എൻ്റെ ചിഹ്നം. നമുക്കറിയാം MHM UP സ്കൂൾ വാവൂർ ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്കൂൾ ലീഡർ സ്ഥാനത്തിലേക്ക് മത്സരിക്കുന്ന എനിക്ക് വ്യക്തമായ ചില വിഷൻസ് ഉണ്ട്. സ്കൂളിനെ എന്ത് മനോഹരമാക്കുന്നത് അതിൻ്റെ പരിസര ശുചിത്വമാണ്. ഇതിനായി MHM ഹരിത സുന്ദരം എന്ന പദ്ധതി നടപ്പാക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാമായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സ്വാഗതം ചെയ്യാം മുഹമ്മദ് അൻഷാദ് ഫ്രം 7th D ക്ലാസ്. ഏവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് അൻഷാദ്, പൂങ്കുടിയാണ് സ്വദേശം. ഞാൻ വിശ്വസിക്കുന്നത് നേതൃത്വം എന്നത് അധികാരമല്ല, മറിച്ചും ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും. നിങ്ങളുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും മാന്യമായി കേൾക്കും. ഞാൻ ഒന്നിച്ചാൽ സാധ്യമല്ലാത്തതൊന്നുമില്ല. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും എൻ്റെ സർവ്വവും നൽകാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും റെയിൻകോട്ട് അടയാളത്തിൽ നൽകി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മോട് സംവദിക്കാൻ 2 പേര് ബാക്കിയുണ്ട്. അടുത്തതായി സ്വാഗതം ചെയ്യാം 7th E ക്ലാസ്സിൽ നിന്നും മുഹമ്മദ് നിഹാദ്. പ്രിയ വോട്ടർമാരെ, എല്ലാവർക്കും നമസ്കാരം. MHMന്റെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഈ വേളയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നിഹാദ്, 7th E ക്ലാസ്സിൽ പഠിക്കുന്നു. 3 വർഷത്തോളമായി MHMന്റെ ഓരോ തുടിപ്പും നേരിട്ടറിഞ്ഞ് സ്കൂൾ ലീഡർ എന്ന നിലയിലും വിദ്യാർത്ഥി എന്ന നിലയിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും പാഠ്യേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഞാൻ ശ്രമിക്കും. സ്കൂളിലെ സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, സ്പോർട്സ് മെറ്റീരിയൽസ് എന്നിവ കാര്യക്ഷമമാക്കാൻ ഞാൻ പ്രയത്നിക്കും. നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിക്കാൻ ഒരവസരത്തിനായി എൻ്റെ ചിഹ്നമായ ഫുട്ബോൾ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കാനുള്ളത് AF മുഹമ്മദ് മാസിൻ. സ്വാഗതം ചെയ്യാം മുഹമ്മദ് മാസിൻ ഫ്രം 7th
എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് മാദിൻ AF ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഊന്നൽ നൽകുന്നത് ഇഷ്ടഭക്ഷണ പദ്ധതിക്കാണ്. എല്ലാ ആഴ്ചയിലും ഭക്ഷണത്തിൽ ചിക്കൻ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. രാവിലത്തെ കഞ്ഞിക്ക് പകരം ന്യൂഡിൽസോ മക്രോണിയോ വിളമ്പാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ ഓരോ വോട്ടും ബാഗ് ചിഹ്നത്തിന് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി സ്ഥാനാർത്ഥികൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ, പദ്ധതികൾ എന്നിവ നമുക്ക് മുന്നിൽ വ്യക്തമായി അവതരിച്ചിട്ടുണ്ട്. വോട്ടർമാരുടെ ആശങ്കകളും പ്രയാസങ്ങളും അറിയിക്കാൻ ഇനിയുള്ള സമയം ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. എന്റെ ചോദ്യം, സമഗ്ര വികസനം എന്ന് താങ്കൾ പറയുകയുണ്ടായിരുന്നല്ലോ. എന്താണ് സമഗ്ര വികസനം കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? സ്കൂളിന്റെ എല്ലാ രീതിയിലുമുള്ള വികസനത്തെയാണ് സമഗ്ര വികസനം എന്നത് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊരു വ്യക്തതയില്ലല്ലോ. പറയട്ടെ. സ്കൂളിന്റെ ഭൗതിക വികസനങ്ങൾ വികസിപ്പിക്കുക, കലാകായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാമാണ് സമഗ്ര വികസനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. മുഹമ്മദ് അൻഷാദിനോടാണ് എൻ്റെ ചോദ്യം. കുട്ടികൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്കൂൾ ലീഡർ എന്ന നിലയിൽ നിങ്ങൾ കുട്ടികളുടെ കൂടെയാണോ അതോ അധ്യാപകരുടെ കൂടെയാണോ നിൽക്കുക? അധ്യാപകരുടെ കൂടെയോ വിദ്യാർത്ഥികളുടെ കൂടെയോ അല്ല, സത്യത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? My question is to Lia Mahabin. If you win the leadership role, what new facilities you will bring to support sports? We will demand more practice opportunities for outdoor events, empowering our students to train well. With this training, we will prepare and equip them to confidently participate in sub-district and district level competitions. ഫാത്തിമ ദിൻഹയോട് ചോദ്യം ചോദിക്കട്ടെ. താങ്കളുടെ പുസ്തകത്തിൽ കായിക രംഗത്ത് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പറഞ്ഞു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ആൺകുട്ടികൾക്ക് ഓരോ സ്റ്റാൻഡേർഡിനും ഓരോ ഫുട്ബോൾ, പെൺകുട്ടികൾക്ക് ജമ്പിംഗ് റോപ്പ്, ചില പ്രത്യേക സാഹചര്യങ്ങളാൽ മുടങ്ങിപ്പോകുന്ന PT പീരീഡ് തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ വാങ്ങിത്തരുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. എന്റെ ചോദ്യം മുഹമ്മദ് നിഹാദിനോടാണ്. സ്കൂളിന്റെ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്കൂളിൽ കൂടുതൽ സ്മാർട്ട് റൂമുകൾ അനുവദിക്കാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടും. ക്ലാസ് റൂമുകളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. ബ്ലാക്ക് ബോർഡിന് പകരം വൈറ്റ് ബോർഡും മാർക്കറും അനുവദിക്കാൻ ഞാൻ ആവശ്യപ്പെടും. മാഷിനോടാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ആഴ്ചയിൽ ചിക്കനും നൂഡിൽസും കൊടുക്കാൻ കഴിയുക? നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ തന്നെ ചിക്കൻ ബിരിയാണിയും മന്തിയും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇനി മാനേജ്മെൻറ്റിൻ്റെയോ PTA-യുടെയോ സഹകരണത്തോടെ അത് വിപുലമാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ലിയോയുടെ ഒരു ചോദ്യം കൂടി. നിങ്ങൾ സ്കൂൾ ലീഡറായാൽ MHMന്റെ ഭാവി സുരക്ഷിതമാവുമോ? തീർച്ചയായും സുരക്ഷിതമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പ്രേക്ഷകരെ, MHMന്റെ വിധി നിർണ്ണയിക്കുന്ന ഈ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥികളുമായുള്ള സംവാദം ഇതോടുകൂടി അവസാനിക്കുന്നു. ആരാകും MHMന്റെ സ്കൂൾ ലീഡർ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.